എല്ലാവർക്കും PSC ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിലവിൽ വന്ന LD റാങ്ക് ലിസ്റ്റിനെ കുറിച്ചും കൂടാതെ കഴിഞ്ഞ 3 വർഷത്തെ തൃശ്ശൂർ ജില്ലയുടെ LD റാങ്ക് ലിസ്റ്റും കട്ട് ഓഫും നിയമന ശുപാർശയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു താരതമ്യ പഠനമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. 1/8/2025 തൃശ്ശൂർ ജില്ലയുടെ LD റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. കഴിഞ്ഞ വർഷത്തെ നോക്കുമ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണത്തിൽ നല്ലൊരു വ്യത്യാസം ഈ വർഷം വന്ന ലിസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവസാനിച്ച തൃശ്ശൂർ ജില്ലയുടെ LD റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 3080 പേരായിരുന്നു. എന്നാൽ ഈ വർഷം 1/8/2025 നിലവിൽ വന്ന തൃശ്ശൂർ ജില്ലയുടെ LD റാങ്ക് ലിസ്റ്റിൽ 1851 പേരുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ വർഷം തൃശ്ശൂർ ജില്ലയിൽ ഉൾപ്പെട്ടവരുടെ നിയമന സാധ്യത നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തെ തൃശ്ശൂർ ജില്ലയുടെ LD റാങ്ക് ലിസ്റ്റിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നിയമന സാധ്യത കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ 3 വർഷത്തെ തൃശ്ശൂർ ജില്ലയുടെ LD റാങ്ക് ലിസ്റ്റിൻ്റെ കട്ട് ഓഫും നിയമന ശുപാർശയും ഒക്കെ ഡീറ്റെയിൽസായി നോക്കാം. ഈ വർഷം നിലവിൽ വന്ന തൃശ്ശൂർ ജില്ലയുടെ LD റാങ്ക് ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിൽ 895 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 922 പേരും ഭിന്നശേഷി പട്ടികയിൽ 34 പേരടക്കം ടോട്ടൽ 1851 പേരുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആദ്യമായി നമ്മൾ പരിശോധിക്കുന്നത് ലിസ്റ്റിൽ ഇടം നേടുന്നതിനുള്ള ആദ്യ കടമ്പയായ കട്ട് ഓഫിനെ കുറിച്ച് പരിശോധിക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ 4 വർഷത്തെ തൃശ്ശൂർ ജില്ലയുടെ LD റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള കട്ട് ഓഫുകളാണ്. 2015 63 മാർക്കായിരുന്നു, 2018 69, 2022 55.33, 2025 60.33. കഴിഞ്ഞ വർഷത്തെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ കട്ട് ഓഫിൽ ഒരു 5 മാർക്കിൻ്റെ വ്യത്യാസമെല്ലാം വന്നിട്ടുണ്ട്. 2022 കട്ട് ഓഫ് 55.33 ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ആ വർഷം നിലവിൽ വന്ന LD റാങ്ക് 14 ജില്ലകളിൽ നിലവിൽ വന്ന LD റാങ്ക് ലിസ്റ്റ് ഏറ്റവും വലിയ കട്ട് ഓഫ് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലായിരുന്നു. അടുത്തതായി കഴിഞ്ഞ 4 വർഷമായി തൃശ്ശൂർ ജില്ലയിലെ LD റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം ഒന്ന് പരിശോധിക്കാം. 2015 3523 ആളുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്, 2018 3572 പേരും, 2022 3080 പേരും, 2025 അത് 1851 പേരായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഈ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2015 3523 ആയിരുന്നു, അത് 2025 ആയപ്പോഴേക്കും 1851 പേരുടെ ലിസ്റ്റായി ചുരുങ്ങിയിട്ടുണ്ട്. മുൻ വർഷങ്ങളിലെല്ലാം LD റാങ്ക് ലിസ്റ്റുകൾ വലിയൊരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാറാണ് പതിവ്. എന്നാൽ ഈ വർഷം തൊട്ടത് 1851 പേരായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചെറിയൊരു ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് എത്ര അഡ്വൈസുകൾ പോയിട്ടുണ്ട് ഓരോ വർഷവും എന്നുള്ളത്. അപ്പോൾ അടുത്തതായി നമ്മൾ നോക്കുന്നത് ഓരോ വർഷവും എത്ര അഡ്വൈസുകളാണ് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. 2015 1046 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്, 2018 1067 അഡ്വൈസുകളും, 2022 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് അവസാനിച്ച തൃശ്ശൂർ ജില്ലയുടെ LD റാങ്ക് ലിസ്റ്റിൽ നിന്ന് 1023 പേരുടെ അഡ്വൈസാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള അഡ്വൈസുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല, ഒരു അഡ്വൈസും കൂടി പോകാനുണ്ട്. അതും കൂടി ആയാലേ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. അത് സൈറ്റിൽ അപ്ലോഡായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ സൈറ്റിൽ വന്നിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ടുള്ളതാണ്. ഈ 2022 1023 പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. ഈ ഒരു ടേബിൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 2015 റാങ്ക് ലിസ്റ്റിൽ നിന്നാണെങ്കിലും 18 റാങ്ക് ലിസ്റ്റിൽ നിന്നും 22 റാങ്ക് ലിസ്റ്റിൽ നിന്നും ഓൾമോസ്റ്റ് ഒരേ ലെവലിലാണ് അഡ്വൈസുകൾ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ തൃശ്ശൂർ ജില്ലയുടെ LD റാങ്ക് ലിസ്റ്റിൽ നിന്നും ഈ റേഞ്ചിലൊരു നിയമനം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മൾ പരിശോധിച്ചത് കട്ട് ഓഫും ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണവും നിയമന ശുപാർശയും ഒക്കെയാണ്. അത് എല്ലാ 3 കാര്യങ്ങളും ഒരു ടേബിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇനി അടുത്തതായി നമ്മൾ നോക്കുന്നത് 2018 റാങ്ക് ലിസ്റ്റിൽ നിന്നും ഇപ്പോൾ അവസാനിച്ച 2022 റാങ്ക് ലിസ്റ്റിൽ നിന്നും എത്രത്തോളം നിയമനമാണ് നടന്നിട്ടുള്ളത് എന്നും ഏതൊക്കെ കാറ്റഗറിക്കാർക്കാണ് നിയമന സാധ്യത വന്നിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പരിശോധിക്കുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് ഏതൊക്കെ കാറ്റഗറിക്കാർക്കാണ് നിയമനം ലഭിച്ചിട്ടുള്ളത് എന്നതൊക്കെ നമുക്ക് ഡീറ്റെയിൽസായി നോക്കാം. ഇത് ഏറ്റവും കൂടുതൽ ഉപകരിക്കുക ഈ വർഷം തൃശ്ശൂർ ജില്ലയുടെ LD റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കായിരിക്കും. കാരണം സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ട മിക്കവരും തങ്ങൾക്ക് സാധ്യതയില്ല എന്ന് കരുതിയിരിക്കുന്നവരാണ്. എന്നാൽ ഈ അടുത്ത ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആർക്കൊക്കെയാണ് നിയമന സാധ്യത വന്നിരിക്കുന്നത് എന്നുള്ളത്. ആദ്യം തന്നെ നമ്മൾ പരിശോധിക്കുന്നത് 2018 റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആർക്കൊക്കെയാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്, ഏതൊക്കെ കാറ്റഗറിക്കാർക്കാണ് നിയമനം ലഭിച്ചിട്ടുള്ളത് എന്നതൊക്കെയാണ്. 2018 തൃശ്ശൂർ ജില്ലയുടെ LD റാങ്ക് ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിൽ 1534 പേരായിരുന്നു ഉൾപ്പെട്ടിട്ടുള്ളത്. ടോട്ടൽ 3572 പേരുടെ ലിസ്റ്റായിരുന്നു പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആ 3572 പേരിൽ 1067 ആളുകൾക്കാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 752 റാങ്കും, EBT 762, SC സപ്ലി 21, ST സപ്ലി 23. ഇതെല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കാറ്റഗറിക്കാരൊക്കെ സപ്ലിയിൽ നിന്നാണ് പോയിട്ടുള്ളത്. മുസ്ലിം 1303, ഇത് മെയിൻ ലിസ്റ്റിൽ നിന്നാണ്. LC സപ്ലി 6,
OBC 739, ഹിന്ദു നാടാർ 897, SIUC നാടാർ 946, ധീവര 780, SCC സപ്ലി 5, വിശ്വകർമ്മ 860, ഡിഫറൻലി ഏബിൾ LD സപ്ലി 17, ഡിഫറൻലി ഏബിൾ HI സപ്ലി 14, ഡിഫറൻലി ഏബിൾ LV സപ്ലി 11. ഇനി അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് 2022-2025 കാലയളവ് എന്ന് വെച്ചാൽ ഇപ്പോൾ ലാസ്റ്റ് അവസാനിച്ച തൃശ്ശൂർ ജില്ലയുടെ LD റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്രത്തോളം നിയമനം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു അപ്ഡേറ്റ്സും കൂടി തൃശ്ശൂർ ജില്ലയിൽ ഇനി പോകാനുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുള്ള വിവരം വെച്ചിട്ടാണ് പറയുന്നത്. അന്ന് 2022 റാങ്ക് ലിസ്റ്റിൽ 3080 പേരായിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത്. മെയിൻ ലിസ്റ്റിൽ 1038 ആളുകളുമായിരുന്നു. ഇതിൽ നിന്ന് നിയമനം ഇപ്പോൾ പോയിരിക്കുന്നത് 1023 ആളുകൾക്കാണ്. ഇനിയും ഒരു അപ്ഡേറ്റ്സും കൂടി പോകാനുണ്ട്. അങ്ങനെ വരുന്നപ്പോൾ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 699 റാങ്കും, EBT 698, SC സപ്ലി 42, ST സപ്ലി 17, മുസ്ലിം പോയിരിക്കുന്നത് സപ്ലി 33 റാങ്കാണ്, LC സപ്ലി 25 റാങ്ക്. ഈ സപ്ലി ലിസ്റ്റുകാരൊക്കെ ഇത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. OBC 724 മെയിൻ ലിസ്റ്റാണ്. ഹിന്ദു നാടാർ 943, SIUC നാടാർ പോയിരിക്കുന്നത് സപ്ലി 6 റാങ്കാണ്, ധീവര 710, SCC സപ്ലി 7 റാങ്ക്, വിശ്വകർമ്മ 708 റാങ്ക്, ഡിഫറൻലി ഏബിൾ LD സപ്ലി 10, ഡിഫറൻലി ഏബിൾ HI സപ്ലി 13, ഡിഫറൻലി ഏബിൾ LV സപ്ലി 13. ഇപ്പോൾ അവസാനിച്ച തൃശ്ശൂർ ജില്ലയുടെ LD റാങ്ക് ലിസ്റ്റിൽ 3080 പേരുണ്ടായിരുന്നു. ആ 3080 പേരിൽ ഇപ്പോൾ 1023 പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. ഒരു അഡ്വൈസും കൂടി പോകാനുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷം തൃശ്ശൂർ ജില്ലയുടെ LD റാങ്ക് ലിസ്റ്റിൻ്റെ വലിപ്പം കുറച്ചാണ് ഇട്ടിട്ടുള്ളത്. ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 1851 പേരാണ്. കഴിഞ്ഞ തൃശ്ശൂർ ജില്ലയുടെ LD റാങ്ക് ലിസ്റ്റിൽ വലിയൊരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് പകുതിൻ്റെ അടുത്ത് നിയമനം നടക്കാത്തത് കൊണ്ടായിരിക്കാം ഈ വർഷം ലിസ്റ്റിൻ്റെ ഉൾപ്പെട്ടവരുടെ എണ്ണം കുറയ്ക്കാൻ ഇടയായത്. ഈ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് എല്ലാവർക്കും പ്രതീക്ഷ കൊടുക്കുന്നതിലും നല്ലത് ഇതുപോലത്തെ ചെറിയ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ച് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി ലഭിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ PSC നയം. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ലയിൽ ചെറിയൊരു ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ലിസ്റ്റിൽ ഉൾപ്പെട്ട മിക്കവാറും എല്ലാവർക്കും തന്നെ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷം തൃശ്ശൂർ ജില്ലയുടെ LD റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും തന്നെ ഈ വീഡിയോ പരിശോധിച്ച് അവരവരുടെ സാധ്യതകൾ മനസ്സിലാക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്